നമസ്കാരം. റവാഡ ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പുതിയ DGP ആയിട്ട് ചുമതലയേറ്റത് കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹം ചുമതലയേറ്റതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയുണ്ടാവുകയും CPM-നകത്ത് അത് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയൊക്കെ ചെയ്തു. ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കൂത്തുപറമ്പിലെ ആ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെടുത്തി വന്നപ്പോൾ അത് പല കോണുകളിൽ പല രീതിയിൽ ചർച്ചകൾ ഉയർന്നു. പല വാർത്തകൾ വീണ്ടും 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ് ദിനത്തെക്കുറിച്ചുള്ള ചർച്ചകളായി, സഖാവ് പുഷ്പനെക്കുറിച്ചുള്ള ചർച്ചകളായി, P. ജയരാജൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചകളായി, MV ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിന് മറുപടി എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റവാഡ ചന്ദ്രശേഖർ DGP ആയതോടുകൂടി CPM-നകത്ത് വലിയ ചർച്ചയ്ക്കാണ് അത് തുടക്കം കുറിച്ചത്. സ്വാഭാവികമായിട്ടും CPM-ന് അത് ചർച്ച ചെയ്തേ മതിയാവൂ. കാരണം അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ സമയത്ത് റവാഡ ചന്ദ്രശേഖരനായിരുന്നു ആ സമയത്തെ ചുമതലയുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് 5 പേര് വെടിവെപ്പിൽ മരണപ്പെട്ടതിനെ തുടർന്ന് കൂത്തുപറമ്പ് വെടിവെപ്പ് സ്വാഭാവികമായിട്ടും ചർച്ചയാകും. കാരണം അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ സമയത്ത് റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു അന്ന് ആ വെടിവെപ്പ് നടക്കുന്ന സമയം ആ സ്ഥലത്തെ ചുമതലയിലുണ്ടായിരുന്നത്. MV രാഘവൻ്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളുമെല്ലാം റവാഡ ചന്ദ്രശേഖറിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. അന്ന് വെടിവെപ്പിന് നിർദ്ദേശം കൊടുത്തത് റവാഡയാണ്. തുടങ്ങിയുള്ള കാര്യങ്ങളാണ് CPM-ഉം അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പോഷക സംഘടനകളും അതിനിടയിലൂടെ BJP-യും കോൺഗ്രസും എല്ലാം ചർച്ച ചെയ്തത്. അങ്ങനെ വരുമ്പോൾ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം അന്ന് കുറ്റ ആരോപിതനായിരുന്ന റവാഡ ചന്ദ്രശേഖരനെ തന്നെ പുതിയ DGP-ആയി ചുമതല കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ചയാകും എന്നതിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരൻ്റെ പുതിയ സർക്കുലർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സോഷ്യൽ മീഡിയയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അത്ര സോഷ്യൽ ആവണ്ട എന്ന രീതിയിലുള്ള ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ പലതരത്തിൽ അങ്ങനെ ചർച്ചകളുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സോഷ്യൽ മീഡിയകളിലെ ഇടപെടലുകളെക്കുറിച്ച്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിമർശനങ്ങളും പല ഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കുലറായിട്ട് അതിറക്കിയിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ സജീവമാകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിൻ്റെ ആദ്യ സർക്കുലർ. DGP-ആയി ചുമതലയേറ്റ ശേഷം ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയ ആദ്യ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വിവാദമുണ്ടാക്കുന്ന പോസ്റ്റുകളും കമൻറ്റുകളും വേണ്ടെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പ് കാലത്ത് തലശ്ശേരി ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിച്ചതിൽ ചില CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിയമന വിവാദം സാമൂഹിക മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നിരുന്നു. DGP-യെ അനുകൂലിച്ചും എതിർത്തും പോസ്റ്റുകൾ വന്നതോടെ പോലീസുകാരും അതിൽ പങ്കാളികളായതായി റിപ്പോർട്ടുകളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DGP-യുടെ സർക്കുലർ. അതായത് കഴിഞ്ഞുപോയത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിക്കിച്ചകഞ്ഞ് വീണ്ടും വിവാദത്തിന് വഴിയൊരുക്കേണ്ടതില്ല, അതിൽ കൂടുതൽ ചർച്ചകൾക്ക് തുടക്കമിടേണ്ടതില്ല എന്നതാണ് DGP-യുടെ നിർദ്ദേശം. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ പങ്കാളികളാകരുത്. കാരണം സ്വാഭാവികമായിട്ടും ഈ വിഷയം വലിയ ചർച്ചയുണ്ടാകും. DGP തലത്തിൽ അത് DGP-യെ വലിച്ചു കീറുന്ന വിധത്തിൽ ചർച്ചകൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഇടം കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ റെക്കോർഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുതെന്നും നിർദ്ദേശത്തിലുണ്ട്. പലതരത്തിൽ പല ഘട്ടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ വിവാദമായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഫോൺ റെക്കോർഡുകൾ പല മാധ്യമങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം പറയാം. കളമശ്ശേരി ഏരിയ സെക്രട്ടറി, CPM-ൻ്റെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈനും അന്നത്തെ കളമശ്ശേരി SHO ആയിരുന്ന ആളും തമ്മിലുള്ള ഒരു സംസാരം, അത് വളരെ വിവാദമായിട്ട് വലിയ ചർച്ചകൾക്ക് കാരണമായ ഒരു ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നത് അന്ന് അവിടെ SHO ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ്. അത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തതിനെ തുടർന്നാണ് അത് ചർച്ചയായത് എന്നതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ CPM-ൻ്റെ പല അണികളും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വാക്പോരുകളുണ്ടായി. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു അവസരം പോലീസുകാരും ജനങ്ങളും തമ്മിൽ സൗഹൃദപരമായിട്ട് പോകേണ്ടതാണ്. ഏതൊരു തലത്തിലും ഏത് പ്ലാറ്റ്ഫോമിലായാലും അത്തരത്തിൽ അടിപിടി വാക്പോരുകൾക്ക് വഴിയൊരുക്കരുത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ അധികം സജീവമാകേണ്ടതില്ല എന്നതിനെക്കുറിച്ച് DGP സർക്കുലർ വഴി ഉദ്ദേശിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ മജിസ്ട്രേറ്റും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള സംഭാഷണവും പുറത്തു വന്ന സംഭവവും ഉണ്ടായിരുന്നു.
പോലീസുകാർ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കരുതെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായി ഇടപെടരുതെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് സർക്കാർ മാർഗരേഖ ഇറക്കിയിരുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും നടപടിയെടുക്കാതെ സംരക്ഷിക്കുകയാണ് ADGP ആയിരുന്ന MR അജിത് കുമാറിൻ്റെ പേരെടുത്ത് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ നിറഞ്ഞിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പല ഘട്ടങ്ങളിൽ പല വിവാദമായ അല്ലെങ്കിൽ പ്രമാദമായ കേസുകളിൽ അതിൻ്റെ കക്ഷികളോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നതോ ആയിട്ടുള്ള ഓഡിയോ റെക്കോർഡുകൾ പല ഘട്ടങ്ങളിൽ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഓഡിയോ റെക്കോർഡുകളിൽ ഒരറ്റത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു ജനരോഷം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ ചർച്ചകൾക്ക് അത് തുടക്കമിടാറുണ്ട്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. PV അൻവറും സുജിത് ദാസ് എന്ന് പറയുന്ന അന്നത്തെ മലപ്പുറം SP-യുമായിരുന്ന ആളും തമ്മിലുള്ള ഒരു സംഭാഷണം. PV അൻവറാണ് ആ ഓഡിയോ റെക്കോർഡ് പുറത്തുവിട്ടത്. സ്വാഭാവികമായിട്ടും സുജിത് ദാസ് PV അൻവറിൻ്റെ കാല് പിടിക്കുന്ന ഒരു ഓഡിയോ റെക്കോർഡാണത്. അങ്ങനെ വരുമ്പോൾ അന്നത്തെ SP-ക്ക് അത് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നടപടി നേരിടുകയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇത്തരത്തിൽ പല ഘട്ടങ്ങളിൽ പല കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നത് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്നതൊക്കെ ഓഡിയോ റെക്കോർഡുകളായി വരുന്നു. ചിലത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അവർക്ക് പേരും പെരുമയും കിട്ടണം എന്ന രീതിയിൽ പല കോണുകളിലേക്ക് അവർ അയച്ചു കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അവർ അയച്ചു കൊടുക്കുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സക്കീർ ഹുസൈനും അന്നത്തെ കളമശ്ശേരി SHOയും തമ്മിലുള്ള സംസാരം. ഈ അടുത്ത കാലത്ത് വരെ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. അന്ന് പോലീസ് മാസാണ്, മരണമാസാണ് എന്ന രീതിയിലൊക്കെയാണ് വന്നത്. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് വശങ്ങളും വരാം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ PV അൻവർ പുറത്തുവിട്ട ഓഡിയോ പോലീസുകാർക്കാണ് നാണക്കേടുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫോൺ കോളുകൾ വഴിയോ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പോലും നടത്തരുത് എന്ന രീതിയിലുള്ള നിയന്ത്രണം വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലാണെങ്കിലും പോലീസുകാർക്കാണെങ്കിലും ഒക്കെ രാഷ്ട്രീയപരമായിട്ട് ഇടപെടലുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മനുഷ്യനാണ്, അവർക്കെല്ലാവർക്കും ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പോലീസുകാർക്ക് തന്നെ, പോലീസ് അസോസിയേഷനുകൾ തന്നെ, ഇടതുപക്ഷത്തിൻ്റെ ചായ്വുള്ള അസോസിയേഷനുകളുണ്ട്, വലതുപക്ഷത്തിന് ചായ്വുള്ള അസോസിയേഷനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിലും രാഷ്ട്രീയം ഉണ്ടാകാറുണ്ട്. ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകാറുണ്ട്. പോലീസുകാരുടെ ഇടപെടലുകൾ ചർച്ചയാകുന്നുണ്ട്. അത്തരത്തിൽ ഒരു ചർച്ചകളാണ് ഇനി ഒഴിവാക്കണം. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെടേണ്ടതില്ല എന്ന രീതിയിൽ DGP ഇപ്പോൾ സർക്കുലർ ഇറക്കുന്നത് പുതിയ പരിഷ്കാരം അല്ല, നേരത്തെയുള്ള നിർദ്ദേശമാണ്. പക്ഷേ ഇപ്പോൾ ആദ്യ സർക്കുലറായിട്ട് അത് പുറത്തു വരുമ്പോൾ അത് നടപ്പിലാക്കി വരും. അല്ലാതെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അത് പാലിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്വാഭാവികമായിട്ടും നടപടിക്കുള്ള സാധ്യതയുണ്ട്.